യൂട്യൂബിൽ പഴയ പോലെ വ്ളോഗൊന്നും വരുന്നില്ലെന്ന് എനിക്കറിയാം. ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. വേറൊന്നുമല്ല, ലൈഫ് മാറി തുടങ്ങി, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, തിരക്കായി തുടങ്ങി. എന്നാലും മറക്കാൻ പറ്റത്തില്ല വന്ന വഴിയും ചെയ്ത കാര്യങ്ങളൊക്കെ. കുറേ നാൾ കൂടിയിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ടെന്നീസ് കളിക്കണമെന്ന്. $12 2 ബാറ്റ് കിട്ടി. ഒരെണ്ണത്തിന് $12 കേട്ടോ, സോറി. നമുക്കൊരു ചെറിയ ഓഫർ ഉണ്ടായിരുന്നു. നേരെ സ്പോർട്സ് ചെക്കിൽ പോയി സാധനം മേടിച്ചു. നേരെ വന്നതാണ് നമ്മുടെ സഡ്ബറിയിലെ ഹെൽത്ത് സയൻസ് നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ കുറച്ച് നേരം ടെന്നീസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പയ്യനെ പരിചയപ്പെട്ടു. പയ്യൻ പുലിക്കുട്ടി തന്നെ, കണ്ടു നോക്കിക്കോളൂ. അവൻ്റെ സാഹസികത കണ്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ ചെറുപ്പമൊക്കെ ആലോചിച്ച് നിന്നു. ഞാനൊക്കെ സൈക്കിളിൽ നിലച്ചും തല്ലി വീണാനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ. എന്നാലും ചെറുക്കൻ പൊളിയായിരുന്നു. ഇതൊന്നുമല്ല കേട്ടോ, അവൻ്റെ അടുത്ത പെർഫോമൻസ് ഇതേ കണ്ടു നോക്കിയോ. ഇതിങ്ങനെ കണ്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ ആ ഒരു ചെറുപ്രായത്തിലെ അവൻ്റെ ആ നിഷ്കളങ്കതയും അവനപ്പം പറഞ്ഞപ്പോഴേ ചെയ്തതും തിരിച്ചു വന്ന് ചെയ്ത് കാണിച്ച് നമ്മളിതേ ഫ്രണ്ടൊക്കെ പൊക്കി. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ടെന്നീസിൻ്റെ ബോളൊക്കെ മേടിച്ചു. അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന കാണിച്ചു തരാം. നമ്മൾ 2 ബോളാണ്, അറിയാലോ. ഒന്ന് മറ്റേ ഓക്കെ റെഡി. ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളും ചേഞ്ചസും ഒക്കെ വന്നാലും എല്ലാം ഒരേപോലെ തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇടാത്തതിൻ്റെ പരാതികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടീമിലുള്ള എല്ലാവരും പല കാര്യങ്ങളും മാറ്റി വെക്കാനും ഇനി തൊട്ട് വീഡിയോസ് ചെയ്യാനും ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്താണേലും ഇങ്ങനെയൊക്കെ പോകുന്നു. കാനഡയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഒരുപാട് ന്യൂ കമ്മേഴ്സിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് ഒരു തുടക്കം മാത്രമാണ് തിരിച്ചു വരവിൻ്റെ. കാരണം നമ്മളെ ഇവിടം വരെ ആക്കിയത് ഈ വീഡിയോസും പ്രേക്ഷകരുമാണ്. എന്താണേലും ഫോളോ ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്തവരോടും ഒന്നേ പറയാനുള്ളൂ, ഇനിയും കൂടെ കാണണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ഗുഡ് ബൈ.